ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ജോലിക്ക് പോകുന്ന ദിവസമാണ്. കുഴപ്പമൊന്നുമില്ല, സന്തോഷം, കാശ് കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നു? അവിടെ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് ഡേയ്സിൽ വരുന്ന മാനേജറിന് യുവാവാണ്. അവൻ ഇന്നലെ ഇച്ചിരി യുവാവുണ്ടായിരുന്നു, പക്ഷെ അവൻ ഇന്നലെ സ്റ്റുഡിയോക്കാർ പറഞ്ഞുകൊണ്ട് അവൻ വന്നു. ഇന്നലെ പോകുമ്പോഴേക്കും അവൻ്റെ യുവാവ് കൂടി അവൻ ചാവാറായിണ്ടായി. ഇപ്പോൾ ക്ലയൻറ്റോടെ ഉള്ളതിൻ്റെ പേരിൽ മാനേജർമാർ മിസ്സിങ് കാണരുതല്ലോ. അപ്പോൾ അവനെ റീപ്ലേസ് ചെയ്ത് ഇന്ന് ഞാൻ പോകണം. ഇന്ന് നിർബന്ധമായിരുന്നു. ഇന്ന് മീറ്റിംഗ് കാര്യങ്ങളില്ല, മീറ്റിംഗ് ഇന്നലത്തോടു കൂടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോയേ പറ്റൂ. ഞാനിന്ന് ജോലി ചെയ്യണമെന്ന് അവർ നിർബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ നോന്ന് പറയരുത്. നോന്ന് പറയാറുണ്ട്, പക്ഷേ അവരുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് പോകണം, നമ്മൾ അവരുടെ കൂടെ നിൽക്കണം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ പോകുന്നു. അതായത് നമ്മൾ അവർക്ക് അത്ര അത്യാവശ്യമുള്ള സമയത്ത് നമ്മൾ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പോയാലാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ജോലി കിട്ടുള്ളൂ. സിമ്പിൾ ഫോർമുല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പോകുന്നു. ഇന്ന് സിമ്പിൾ ഡേ ആയിരിക്കും, വെറുതെ പോവാതിരിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഇവർ വരുന്നതിൻ്റെ പേരിൽ സ്റ്റുഡിയോ ഫുൾ മുടക്കി മൊത്തം അറേഞ്ച് ചെയ്ത് മൊത്തം സെഗ്രിഗേറ്റ് ചെയ്ത് കുട്ടപ്പുറയൊക്കെ വെച്ചേക്കണേ. അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ പണിയെടുത്ത് നമ്മൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കുന്ന ആ ഒരു പരിപാടിയില്ലേ, ആ ഒരു പരിപാടി ഇങ്ങോട്ട് കാണിച്ച് നിന്നാൽ മതി. അതായത് നടക്കുന്ന പരിപാടി നടക്കുമ്പോൾ ഇത്തിരി കൂടി 100% പ്രൊഫഷണലായിട്ട് എന്ന രീതിയിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. നമുക്കെന്തായാലും ജോലിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇന്ന് നല്ല തണുപ്പാണ്, 9 ഡിഗ്രി. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ശരിയാവും. അതിനെക്കുറിച്ച് അധികം പറയാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ ഈ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജാക്കറ്റ് ഇട്ടതുകൊണ്ട് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് തണുപ്പാണെന്ന്. അതെ, അതാണ് അവസ്ഥ. എന്തായാലും ജോലിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ശുഭദിനം. സമയം ഏതാണ്ട് ഒരു 10-11 മണി ആയിട്ടുണ്ട്. വെറുതെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയായിരുന്നില്ല, നല്ല പണിയുണ്ടായിരുന്നു. അതായത് ഇന്നിപ്പോൾ വേറൊരു ക്ലയൻറ്റിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വീഡിയോയും കൂടി വേണം. അതായത് ഒരു സൈഡിൽ ഷൂട്ട് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് വീഡിയോ ഷൂട്ടും വരണം. അപ്പോൾ ഒരു സെറ്റിൽ 80 പ്രൊഡക്റ്റ്, അപ്പുറത്തെ സെറ്റിൽ 103 പ്രൊഡക്റ്റ്. ഞാൻ വന്നപ്പോൾ കാലത്ത് വരുന്നതിന് മുന്നേ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇത്തിരി വൈകിയാണ് വന്നത്. ഞാൻ ഇവിടെ ഉള്ളവന്മാരോട് ഒന്ന് മാനേജ് ചെയ്തോളാൻ പറഞ്ഞ് വൈകിയാണ് വന്നത്. എൻ്റെ തെറ്റാണ്, പക്ഷേ വേറെ കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അതാണ് ഇത്തിരി വൈകിയേ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യാൻ പറഞ്ഞ ടീമിനാണെങ്കിൽ എന്താ ചെയ്തതെന്നൊരു പിടിയില്ല, ആകെ കുഴഞ്ഞ്. എന്നിട്ട് ഞാൻ വന്ന അവസാനം ഞാൻ ചെയ്യാൻ പോയ കാര്യം തീർത്ത് വന്ന് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട്. നമ്മളാ ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞു, അനങ്ങണില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞു, അനങ്ങണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹായം വേണോ, എന്താ ചെയ്യണേ? ഒന്നുമില്ല, സെറ്റ് പൊളി, ഒക്കെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി എന്താ ചെയ്യണേന്ന് വലിയ പിടിയില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് എന്താ ചെയ്യണേന്ന് വെച്ചു. പുള്ളിക്കാരി പറഞ്ഞു ഇത് കണ്ടുപിടിക്കണു. എന്നിട്ട് ഇതിനകത്ത് തന്നെയുള്ള പ്രൊഡക്ട്സുള്ള അപ്പുറത്തെ ഗൈഡ് ലൈൻസിലുള്ള അപ്പോൾ അവിടേക്കും വെക്കണു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു പിടിയില്ല. 1/2 മണിക്കൂർ സമയം. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഷൂട്ട് ചെയ്യാൻ കൊടുത്തു, പരിപാടി എങ്ങനെയോ തീർത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നല്ലോ, പെട്ടെന്ന് വന്ന പ്ലാൻ ആയതുകൊണ്ട് തന്നെ എത്ര ആൾക്കാരുണ്ട്, എന്തൊക്കെയാണ് പരിപാടി ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആൾക്കാർ കുറവായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമ്മളും കൂടി ഇറങ്ങി അങ്ങോട്ട് പണിയെടുത്ത് പരിപാടി തീർത്തു. അതുകൊണ്ടാണ് ഇത്ര നേരം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നിരുന്നേ. പിന്നെ നമ്മൾ പരിപാടി തീർക്കുമെന്നുള്ള വിശ്വാസം കമ്പനിക്ക് ഉള്ളതുകൊണ്ടാവാം അന്ന് ആൾക്കാരിട്ടില്ല. പക്ഷെ അവരിപ്പോൾ എന്തോ ഒരു ഇച്ചിരി അധികം നമ്മളിങ്ങോട്ട് വിശ്വസിക്കുന്നത് പോലെ. വിശ്വാസം കുറച്ച് തുറക്കണം. ഇനിയിപ്പോൾ നാളെ ജോലി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ചിലപ്പോൾ വരേണ്ടി വരും, ഉറപ്പൊന്നുമില്ല. വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം ശനി ഞായർ നമ്മൾ എന്തായാലും വരണം, ലോങ് ഡേയ്സ് ആണ്. എൻ്റെ ഇടയിൽ വെള്ളി എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ നമുക്ക് നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം തല വെട്ടിപ്പൊളിഞ്ഞൊരു പരുവായി. ഞാൻ വിചാരിച്ചു ഷാപ്കയിൽ വന്നിട്ടൊരു ചായ മേടിക്കാമെന്ന്. ഒരു ചായ മേടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാപ്ക ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ എനിക്ക് എപ്പോഴേലും പുറത്തേക്ക് പോകാം, എപ്പോഴേലും വരാം. എൻ്റെ കാലത്ത് തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കാലത്ത് തിരക്ക് കഴിഞ്ഞ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനി എന്തായാലും ചായ മേടിക്കണത്. ഷാപ്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ തല നേരെയാവും എന്നുള്ള പ്രതീക്ഷയിൽ ബൈ. ഇനി എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബൈ. വന്നവരും നിന്നവരും എല്ലാവരും പോയിട്ടുണ്ട്. അതായത് ക്ലയൻറ്റ് വന്നൊരു ടീം പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ.
സമാധാനം. അപ്പം നാളെ ഞാൻ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് വരുന്നില്ല. മറ്റവന് കുഴപ്പമില്ല, അവൻ നാളെ വന്നോളാം പറഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് ക്ലാസ്സും ഇല്ല, കാരണം ഞാനൊരു ഇലക്ഷൻ്റെ ഒരു പരിപാടിയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരുടെ മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെ ക്ലാസ് ഇല്ല. അതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളാണ്, നിർബന്ധമില്ല പോകണമെന്ന്. അപ്പോൾ അങ്ങനെ നാളെ ഒഴിവായി കിട്ടി. നാളെ ഇപ്പോൾ നമ്മുടെ വീട്ടുപണി കുറേ ഉണ്ടല്ലോ, അതിങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. കുറേ തുണി അലക്കൽ തുടങ്ങി ഇഷ്ടം പോലെ പരിപാടികൾ. നാളെ അതിന് വേണ്ടിയുള്ള ദിവസമായിട്ട് ഞാനങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇനി ശനിയാഴ്ചയും ഞായറാഴ്ച ജോലിയാണ്. പക്ഷേ ഈ വീക്കെൻഡിൽ അധികം ജോലി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷെ നമുക്ക് നോക്കാം, അത് പിന്നീടുള്ള കാര്യമല്ല. പിന്നീടുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ആവട്ടെ, ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ള സ്കീം തന്നെ. അപ്പോൾ വന്നവരൊക്കെ പോയി, അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മളൊരു ഇൻസൈഡ് റിപ്പോർട്ട് പോലെ കേട്ടത്. എന്തെങ്കിലും ആവട്ടെ, അത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി വീട്ടിൽ പോവുക, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായ ടീം അത്രയും എന്താ പറയുക, പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് അത്രയും സുഖകരമല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എന്തൊക്കെയോ ഭാഗ്യത്തിന് നമ്മൾ അങ്ങോട്ട് അറ്റവും മുറിയൊക്കെ എത്തിച്ചു. അതായത് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കും, ഒക്കെ ചെക്ക് ചെയ്യും. അതായത് ഞാനല്ല ഫിനാൻഷ്യൽ ടീം, ഫിനാൻഷ്യലാ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഞാനിന്നിപ്പോൾ റിപ്പോർട്ട് എഴുതിയപ്പോൾ എനിക്ക് തന്നെ അത്രയും സംതൃപ്തിയായില്ല. പൊതുവെ ഒരു അറ്റത്തൊക്കെ ഇവിടെ എത്താറുണ്ടായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര കുറവായിരുന്നു. പിന്നെ നാളത്തേക്ക് അറിയാം ഇന്നത്തെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ആവട്ടെ, ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികൾ. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ ഭാഷ അറിയണോ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇതൊരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങടേക്ക് പഠിക്കാൻ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ സംശയം നല്ല രീതിയിൽ കാണും. എനിക്കും ഉണ്ടായിരുന്നു. വന്ന സമയത്ത് ജോലി കിട്ടുമോ, ജോലി കിട്ടില്ല. കാരണം ഞാൻ ആരോട് പോയി ചോദിച്ചു കഴിഞ്ഞാലും അവർ പറഞ്ഞത് നെവ്യം അംഗ്ലേസ്കു അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയുക. അപ്പം എന്തെങ്കിലും ആവട്ടെ, നമ്മൾ കോൺഫിഡൻസ് അങ്ങോട്ട് പരമാവധി കൂട്ടിപ്പിടിക്കുക, എഫേർട്ട് ഇട്ട് തപ്പുക. അതാണ് ഫസ്റ്റത്തെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ആദ്യം തന്നെ അല്ലാതെ നമ്മളൊന്നും അങ്ങോട്ട് കളിയാക്കി അങ്ങോട്ട് വിടുള്ളൂ. പക്ഷേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പിന്നെ ശ്രമിക്കുക. ആദ്യത്തെ അറ്റംപ്റ്റ് ചിലപ്പോൾ പാളിപ്പോവും, രണ്ടാമത്തെ അറ്റംപ്റ്റ് പാളിപ്പോവും, മൂന്നാമത്തെ അറ്റംപ്റ്റ് എത്ര പാളിപ്പോയി എന്ന് എനിക്ക് തന്നെ എൻ്റെ കാര്യത്തിൽ പിടിയില്ല. പല അറ്റംപ്റ്റുകളും പാളിപ്പോവും. പക്ഷേ ഫൈനലി ഈ പറയുന്ന ജോലി കിട്ടും. ആദ്യത്തെ ജോലി കിട്ടുന്നത് വരെ പ്രശ്നമുള്ളൂ. അതിന് ഭാഷ വേണമെന്നൊന്നുമില്ല. ഏതൊരു റെസ്റ്റോറൻറ്റ് ബേസ്ഡ് ജോലിയിലായാലും കിച്ചൺ വർക്കറിന് ഭാഷ അവർ നോക്കില്ല. അതായത് ഇപ്പം മെക്ഡിയോ KFC അങ്ങനെ ഏതും ആവട്ടെ, അവർ നീ പറയുന്ന ഭാഷ നോക്കാൻ പോകുന്നില്ല. അവർ കിച്ചണിൽ വർക്കിന് എടുക്കണേ, പണി എടുപ്പിക്കും. അപ്പോൾ ഭാഷ കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് തെറ്റില്ലാണ്ട് പഠിക്കും. ഇനിയിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് പോളിഷ് അറിയാൻ പാടില്ല. അറിയാവുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ തെറികളും എനിക്കറിയാം, പച്ചയ്ക്കറിയാം. നല്ല പച്ചയ്ക്ക് ആരെങ്കിലും എന്നെ 2 തെറി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നില്ല. ഏറ്റവും മൂലം അറിയാവുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും എന്നെ തെറി വിളിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ എല്ലാവരെയും ഇങ്ങോട്ട് സ്മരിച്ചങ്ങോട്ട് വിളിക്കും. പിന്നെ എൻ്റെ അടുത്ത് തെറി പറയാൻ പറ്റാറില്ല. ആ ഒരു സാധനം മാത്രം എൻ്റെ കയ്യിലുള്ളൂ, അതല്ലാതെ വേറെ ഒരു സംഭവം എൻ്റെ കയ്യിലില്ല. അതേപോലെ തന്നെയാണ് നിങ്ങളിവിടെ വരുമ്പോഴും. നിങ്ങൾ വരുമ്പോൾ ജോലി കിട്ടാൻ ഇനീഷ്യലി നല്ല പാടായിരിക്കും. നല്ല പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. കാരണം സാച്ചുറേറ്റഡ് ആണ്. ഭാഷ ഉണ്ടോയെന്ന് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഭാഷ ഒരു പ്രശ്നമാണ്, അതൊരു വലിയ പ്രശ്നമാണ്. അതായത് നിങ്ങളുടെ ഒരു വെയിറ്ററായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കണം. അതിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് നിങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാവുന്നൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ പോളിഷ് അത്രയും പ്രായമുള്ളവർ വന്നാലാണ് ഇംഗ്ലീഷിൻ്റെ ഒന്നും അറിയാത്തുള്ളൂ. അതല്ലാതെ ഉള്ളവർക്കൊക്കെ ഒരു എന്തൊക്കെയോ അറിയാം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് കംപ്ലീറ്റ്ലി ഓൺ യു, ഹൗ യു അപ്രോച്ച് ദം, ഹൗ യു പോർട്രേ യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഇപ്പം ഞാൻ മെക്ഡിയിൽ കയറിയപ്പോഴാണ് എനിക്ക് എങ്ങനെ ഈ പോളിഷുകാരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു സംഭവം കൈ കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നൊരു അതായത് ആദ്യത്തെ ജോലി കിട്ടാനായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഭാഷയുടെ പ്രശ്നം അങ്ങനെ ഒരു ലോഡ്. ആദ്യത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭാഷ ഒരു ഇഷ്യൂ ആയിരുന്നില്ല ജോലിയുടെ കേസിൽ. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒറ്റ ദിവസം അവിടെ ഡിഷ് വാഷിങ്ങിന് നിന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ദിവസം കൊണ്ട് എന്നെ വെയിറ്ററാക്കി. കാരണം ഐ വാസ് ദാറ്റ് കോൺഫിഡൻറ്റ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 2-3 മാസം പണിയെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ വെയിറ്ററായിട്ട് ഡയറക്റ്റ് കയറി. അപ്പോഴും എൻ്റെ ആകപ്പാടുള്ളത് കോൺഫിഡൻസ്. ഞാൻ ഡയറക്റ്റ് കയറി ചെന്ന് അവിടുത്തെ മാനേജർ നേരെ വാരി കയറി എനിക്കവിടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് തള്ളി അങ്ങോട്ട് മറിച്ചു. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ലാത്ത കുറച്ച് അങ്ങോട്ട് മസാല ഇട്ട് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് അവിടെയും ജോലി തന്നു. അവിടെ എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളായിരുന്നു. ഇത് വന്ന സമയത്തെ കാര്യങ്ങളാണ് പറയണേ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ ജോലി വന്നത്. അവിടെ ഒരാൾ എൻ്റെ ഭാഷ നോക്കി വന്നിട്ടില്ല. ഞാൻ ജോലി ചെയ്യണ എൻ്റെ ടീമിലുള്ള 80% ആൾക്കാർ പോളിഷുകാർ തന്നെയാണ്. അതിനകത്ത് 1-2 പേർക്ക് ഇംഗ്ലീഷേ അറിയാൻ പാടില്ല. പക്ഷേ അവർക്ക് എൻ്റെ താഴെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിലുപരി ഐ എം കോൺഫിഡൻറ്റ്. അതാണ് അതിൻ്റെ ഒരു സംഭവം. നിങ്ങൾ വന്നാലും സാഹചര്യം ചിലപ്പോൾ മോശമാകാം, നല്ലതാകാം.
നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യമാകാം, എല്ലാം ആകാം. അത് നിങ്ങളുടെ കൺട്രോളിലാക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി പിടിച്ച് നിൽക്കാനും പറ്റും. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞിട്ട് നോക്കാം. നാട്ടിൽ നിന്നേ ടെൻഷൻ അടിക്കരുത്. ഇനിയിപ്പോൾ അത്രയും ടെൻഷൻ അടിച്ചാൽ പറ്റുമെന്നാണെങ്കിൽ നമ്മുടെ ആപ്പില്ലേ മറ്റേ ഡുവലിംഗോ അതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തെറ്റില്ലാത്ത ബേസിക് വേർഡ്സൊക്കെ അതിൽ നിന്ന് കിട്ടും. തെറി കിട്ടില്ല, പക്ഷേ തെറ്റില്ലാത്ത വേർഡ്സ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അത് വെച്ച് അങ്ങോട്ട് തെറ്റില്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറ്റമുറി എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടും. അത് വെച്ച് അങ്ങോട്ട് പിടിച്ച് വെക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തപ്പ, ജോലി കിട്ടുന്നത് വരെ തപ്പ, കിട്ടിക്കോളും. ഭാഷ അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഭാഷ ഇപ്പോഴും അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പറ്റും. വന്നാൽ ശ്രമിക്കുക, വന്നു കഴിഞ്ഞിട്ട് ശ്രമിക്കാൻ നല്ല രീതിയിൽ കിട്ടിക്കോളും. അപ്പം അത്രേ ഉള്ളൂ. ഇനി പോട്ടെ, ഓഫ് ചെയ്യണ്ടേ.